ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പം ഞാനിത് ഉലുവ കാണിച്ചത് എന്താണെന്നോ, ഉലുവ ഞാൻ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. അതായത് ഞാനിത്തിരി അച്ചാറുണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇത് വാങ്ങിച്ചിട്ട് എന്താണ് ഇതിൻ്റെ പേര്, തോടി എന്ന് പറഞ്ഞ മീനാട്ടോ. തോടി എന്ന് പറഞ്ഞ മീൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മണങ്ങ് എന്നൊക്കെ പറയും. നല്ല മുള്ളാണ്, എങ്കിലും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. നല്ല പെടയ്ക്കണ മീൻ തന്നെ കിട്ടി കേട്ടോ. അപ്പം അത് തേങ്ങ അരച്ചിട്ട്, തേങ്ങ ഇത്തിരി മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. എല്ലാം കൂടി ചേർത്ത് നന്നായി അരച്ചിട്ട് കുടംപുളി ചേർത്തിട്ടാണ് വെച്ചത്. അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അത്. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചത് ചാളയാണ് കേട്ടോ. അത് ഓൺലൈനിൽ വാങ്ങിയത് തന്നെയാണ് കേട്ടോ. ബിഗ് ബാസ്ക്കറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. ചിലപ്പോൾ ഫ്രഷ് ടു ഹോം ഒന്നും വാങ്ങിക്കാറുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള ചാള കിട്ടി. അപ്പോൾ ചാള കൊണ്ട് അച്ചാർ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയില്ല. ഇതിപ്പോൾ ബാക്കിയുള്ളതാട്ടോ, കുറച്ചെടുത്തിട്ടാണ് ഞാൻ അച്ചാർ എടുക്കണത്. അപ്പോൾ ഇത് ഞാൻ ഫ്രീസറിൽ വെക്കാനാണ്. ഫ്രീസറിൽ വെച്ചാൽ അത് കേടുവരില്ല, കുറേ നാൾ ഇരിക്കും അതിങ്ങനെ. വെള്ളം ഒഴിച്ചിട്ട് വെക്കണം കണ്ടോ. വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്ക് ഫ്രീസറിൽ വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എത്ര കാലം വേണമെങ്കിലും അത് ഇരുന്നോളും, ഒന്നും ആവില്ല. അതിന് പിന്നെ എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ വെച്ചതാണ്. എല്ലാം കൂടി എടുക്കണ്ടല്ലോ. ഇന്നിപ്പോൾ ഈ കറി ഉണ്ടല്ലോ, തോടി മണങ്ങ്, അത് വെച്ചതുകൊണ്ട് വറുത്തതുകൊണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇത്തിരി ചാള അച്ചാർ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിന് ഉലുവ വറുത്ത് പൊടിച്ചതാണ് കാണിച്ചത് കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി തിരുമ്മി വെക്കണം ചാളയിൽ. ഇത് ഞാൻ നേരത്തെ കാണിച്ചത് മീനാണ്. ചാള ഞാൻ പറഞ്ഞില്ലേ, വെള്ളം ഒഴിച്ചിട്ട് അത് ഫ്രീസറിൽ വെക്കട്ടെ ഞാനൊന്ന് കേട്ടോ. ഇത് ബാക്കി കാണിച്ചു തരാം. ഫ്രീസറിൽ വെച്ചാൽ അത് അങ്ങനെ ഇരുന്നോളൂ. അത് എത്ര നാൾ വേണമെങ്കിലും അങ്ങനെ ഇരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. പിന്നെ ഇനി ഇത് ചാള ഞാൻ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് വറുത്തെടുക്കാം, നന്നായിട്ട് വറുത്തെടുക്കണം. കാരണം ഇത് കേടാവാതിരിക്കണമല്ലോ. എൻ്റെ കേടാവില്ല, ഇത് 2 ദിവസം കൊണ്ട് ഇത് തീരും. നിങ്ങൾ എടുത്ത് വയ്ക്കാനാണെങ്കിൽ കുറേ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ. പിന്നെ ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില നന്നായിട്ട് മൂപ്പിക്കണം കേട്ടോ. അതിലിത്തിരി മുളക് പൊടി ഇടണം, ആവശ്യത്തിൻ്റെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ ഇത്തിരി കായപ്പൊടി, ഉലുവപ്പൊടി. അതിനാണ് ഞാൻ ഉലുവ വറുത്ത് പൊടിച്ചത് കേട്ടോ. അപ്പോൾ അതും ഇട്ടിട്ട് നമ്മൾ അത് ശരിയാക്കി കഴിഞ്ഞിട്ട് ഇത് ചാള നന്നായിട്ട് വറുത്തിട്ടുണ്ട് കിലോ. അപ്പോൾ വറുത്ത് വെച്ച് മറ്റേ ഇതിലേക്ക് നമ്മൾ ചാള നന്നായി വറുത്തതിന് ശേഷം അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിന് വിനെഗർ നമ്മൾ നോക്കണം, ടേസ്റ്റ് നോക്കുക, ഉപ്പുണ്ടോ, പുളി മതിയോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ നന്നായിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ഞാൻ ഇത്തിരി എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ ഞാനിത്തിരി എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അതിൻ്റെ മീതെ ഒഴിച്ചാൽ മതി. കുറേ ഉണ്ടെങ്കിൽ അങ്ങനെ അതിൻ്റെ മീതെ വെച്ചാൽ കുറേ നാളിരിക്കും. അപ്പോൾ ഒന്നും ആവില്ല, കേടുവരില്ല. പുറത്ത് വെച്ചാലും ഫ്രിഡ്ജിൽ വെച്ചാലും എന്തായാലും എങ്ങനെ വേണമെങ്കിലും വെച്ച് സൂക്ഷിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.